നമസ്കാരം. വോയിസ് ട്രൂത്തിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കത്തോലിക്ക തിരുസഭയുടെ ചരിത്രത്തിലാദ്യമായിട്ട്, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലാദ്യമായിട്ട്, സഭയുടെ കാനോൻ നിയമത്തിന് അനുരൂപമായിട്ട് ഇന്ത്യയുടെ നീതിന്യായ കോടതിയിൽ നിന്ന് വിധിന്യായം വന്നിരിക്കുകയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ മുൻപിലേക്ക് ചില പ്രത്യേക ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. നീതിന്യായ കോടതിയുടെ മുമ്പിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ നാണം കെടുത്തുകയും അപമാനിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത മാർ ബോസ്കോ പുത്തൂരിന് കത്തോലിക്ക സഭയിൽ തുടരുവാൻ ഇനിയും അവകാശമുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധ മാർപ്പാപ്പയെ കോമാളിയാക്കിയ, വാക്കിന് വിലയില്ലാത്തവനാക്കിയ മാർ ബോസ്കോ പുത്തൂരിനും അദ്ദേഹത്തിന്റെ അനുയായികളായ എറണാകുളം വിമതർക്കും ഇനിയും സീറോ മലബാർ സഭയിൽ തുടരുവാൻ അവകാശമുണ്ടോ, അധികാരമുണ്ടോ, യോഗ്യതയുണ്ടോ എന്ന് ഒന്നുകൂടി വിശ്വാസികൾ ചിന്തിക്കേണ്ടി വരും. ഒന്നുകൂടി തിരുസഭ ചിന്തിക്കേണ്ടി വരും. ഇത് പറയുവാൻ കാരണം, സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം, തങ്ങൾക്ക് അവകാശപ്പെട്ട ബലിയർപ്പണം അനുവർത്തിച്ച് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം അതിരൂപതയിലെ ചില ഇടവകയിലെ വിശ്വാസികൾ സിനഡ് അംഗീകരിച്ച സഭ തങ്ങൾക്ക് വേണ്ടി തന്ന വിശ്വാസം തങ്ങൾക്ക് അനുവദിച്ച് കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥിതിയെ സമീപിച്ചപ്പോൾ, എറണാകുളം മുനിസിപ്പൽ കോടതിയെ സമീപിച്ചപ്പോൾ അവർ കൊടുത്ത ഹർജിക്ക് എതിർ സത്യവാങ്മൂലം നൽകി സഭയെ അപമാനിച്ച, വിശ്വാസികളെ വഞ്ചിച്ച മാർ ബോസ്കോ പുത്തൂരും എറണാകുളത്തെ വിമത കോമരങ്ങൾക്കും മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് എറണാകുളം മുനിസിപ്പൽ കോടതിയുടെ വിധി. ആ വിധിയിലേക്കാണ് നമ്മൾ ഇന്ന് എത്തി നോക്കുന്നത്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായി സഭാ വിശ്വാസികൾ സിവിൽ കോടതിയെ സമീപിച്ച് തങ്ങളുടെ ആരാധനാ ക്രമം നിവർത്തിച്ച് കിട്ടുവാൻ വേണ്ടി അനുകൂല വിധി സമ്പാദിച്ചിരിക്കുന്നു. നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു വാർത്ത കേൾക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 3 പള്ളികളിൽ സിനഡ് നിർദ്ദേശപ്രകാരമുള്ള ഏകീകൃത കുർബാന അർപ്പിക്കാൻ എറണാകുളം മുനിസിപ്പൽ കോടതി ഉത്തരവ്. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ടി പോറസ് പള്ളി, ഗാന്ധിനഗർ മാതാനഗർ പള്ളി, തൃപ്പൂണിത്തുറ ഫൊറോന പള്ളി എന്നിവിടങ്ങളിലാണ് ഏകീകൃത കുർബാനയ്ക്ക് കോടതി ഉത്തരവിട്ടത്. ഫെബ്രുവരി 3 കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് സ്ഥിരപ്പെടുത്തിയാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജനാഭിമുഖ കുർബാന സിനഡ് നിരോധിച്ചതാണെന്നും അതിനാൽ പള്ളികളിൽ സിനഡ് നിർദ്ദേശം നടപ്പാക്കാൻ കോടതി ഇടപെടണമെന്നും ആവശ്യപ്പെട്ട് വിശ്വാസികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. സേവ്യർ അലക്സാണ്ടർ, TM ഔസേപ്പ്, ലൂക്കോസ് ജോസഫ്, ബീന ജസ്റ്റി, KC ഫ്രാൻസിസ്, ജോർജ് തോമസ്, ദേവസ്യാസ് കറിയ, സാബു ചെറിയാൻ എന്നിവരാണ് ഹർജിക്കാർ. നമ്മൾ വാർത്ത കേട്ടു. ഇവിടെ വിശ്വാസികൾ ആവശ്യപ്പെട്ടത് സഭയിൽ അധികാരം വേണമെന്നോ, സഭയുടെ സ്വത്തുകൾ വീതിച്ചു നൽകണമെന്നോ, സഭ തന്നെ വീതിച്ചു നൽകണമെന്നോ ഒന്നുമല്ല. സഭ അവർക്ക് അനുവദിച്ചു കൊടുത്ത ആരാധനാക്രമ സ്വാതന്ത്ര്യം, ആരാധനാക്രമം സഭ അനുവദിച്ച രീതിയിൽ നടപ്പിലാക്കി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുനിസിപ്പൽ കോടതിയെ സമീപിച്ചത്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് സഭ അനുവദിച്ച ബലിയർപ്പണം നിവർത്തിച്ച് കിട്ടാതിരിക്കത്തക്കവണ്ണം സഭയുടെ തന്നെ മേലധികാരികൾ കള്ളത്തരങ്ങൾ കാട്ടി, സഭയുടെ തന്നെ മേലധികാരികൾ വഞ്ചന കാട്ടി വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് ബലിയർപ്പണം അവർക്ക് സാധിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിൽ സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ തന്നെ നേരിട്ട് വന്ന് നിങ്ങൾ സഭയെ അനുസരിക്കണം, സഭയുടെ ഏകീകൃത ബലിയർപ്പണം നടത്തണമെന്ന് വിമത ലോക തൊഴിലാളികളോട് ആവശ്യപ്പെട്ടതിന് ശേഷവും അവർ അത് അനുസരിക്കാതെ വന്നപ്പോൾ 2024 ജനുവരി 24 കൂടിയ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡിലെ എല്ലാ മെത്രാമാരും ഒന്ന് ചേർന്ന് ഒപ്പിട്ട് എറണാകുളത്തെ വിശ്വാസികളോടും എറണാകുളത്തെ വൈദികരോടും നിങ്ങൾ സഭയെ അനുസരിക്കണം, ഏകീകൃത ബലിയർപ്പണം മാത്രമേ നടത്തുവാൻ പാടുള്ളൂ, മറ്റുള്ള ഏത് തരത്തിലുള്ള ബലിയർപ്പണവും നിയമവിരുദ്ധമാണ്, അത് സഭ അംഗീകരിക്കാത്തതാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചതിന് ശേഷവും സഭയെ അനുസരിക്കാത്ത എറണാകുളത്തെ ലോക തൊഴിലാളികളിൽ മനം മടുത്ത് പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാതെ കഴിഞ്ഞ 2 വർഷം സഭ ഇന്ന് നന്നാകും, സഭ അധികാരികൾ ഇന്ന് നന്നാകും, ഞങ്ങൾക്ക് അവർ പരിശുദ്ധ ബലിയർപ്പണം നിവർത്തിച്ചു തരുമെന്ന് മൂഢവിശ്വാസത്തിൽ കഴിഞ്ഞിരുന്ന എറണാകുളത്തെ വിശ്വാസികൾ
പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയിലെ 4 ഇടവകളിലുള്ള വിശ്വാസികൾ തങ്ങൾക്ക് സിനഡ് തന്നെ അംഗീകരിച്ച് അവർ തന്നെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അധികാരികൾ അംഗീകരിച്ച് നൽകിയ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം നിവർത്തിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. വിശ്വാസികൾ കോടതിയെ സമീപിച്ചപ്പോൾ വിശ്വാസികൾക്കെതിരായിട്ട് കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകി ഇങ്ങനെ പരിശുദ്ധ ബലിയർപ്പണം നടപ്പിൽ വരുത്തുവാൻ അല്ലെങ്കിൽ നിവർത്തിച്ചു കൊടുക്കുവാൻ കോടതികൾക്ക് അധികാരമില്ല, കോടതിയുടെ അധികാര പരിധിയിൽ പെട്ടതല്ല ഇതെന്നുള്ള സത്യവാങ്മൂലം നൽകി മാർപ്പാപ്പയെയും തിരുസഭയെയും സീറോ മലബാർ സഭയെയും ആകമാനം വഞ്ചിച്ച മാർ ബോസ്കോ പുത്തൂരിനെ ഭിത്തിയിൽ തേച്ചൊട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് സിവിൽ കോടതികൾക്ക് വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിൽ ഇടപെടുവാൻ അവകാശമുണ്ടെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് എറണാകുളം മുനിസിഫ് കോടതി പുറപ്പെടുവിച്ച 88 പേജ് വരുന്ന ദീർഘമായ കോടതി വിധിയുടെ പകർപ്പുകളിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കോടതി ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നഗ്ന സത്യം. ഈ ചരിത്ര പ്രസിദ്ധമായ വിധിന്യായം എല്ലാ കത്തോലിക്ക വിശ്വാസികളും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഓരോ വിശ്വാസിയും എടുത്തു പറഞ്ഞാൽ എറണാകുളം അതിരൂപതയിലെ ഓരോ വിശ്വാസികളും കൃത്യമായിട്ട് വായിച്ചിരിക്കേണ്ട വിധിന്യായമാണ് ഇത്. മേജർ ആർച്ച് ബിഷപ്പും മെത്രാൻ സിനഡും ഓരോ മെത്രാന്മാരും ബൈബിൾ പണ്ഡിതന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ദൈവശാസ്ത്രജ്ഞന്മാർ എന്ന് സ്വയം വിശേഷിപ്പിച്ച് അഹങ്കരിച്ച് നടക്കുന്ന ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട വിധിന്യായമാണ്. കാരണം ഈ വിധിന്യായത്തിൽ എങ്ങനെയായിരിക്കണം ബലിയർപ്പണം, എന്താണ് ആരാധനക്രമമെന്ന് കൃത്യമായി വിവക്ഷിച്ചുകൊണ്ട് സെമിനാരി പഠനങ്ങളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ, അവർ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, സഭ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ സഭ കണ്ണടച്ച് കളഞ്ഞ നഗ്ന സത്യങ്ങൾ ബൈബിൾ കോട്ടുകൾ വഴി കൃത്യമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഇവരെ പഠിപ്പിച്ച് വിധിന്യായം പുറപ്പെടുവിച്ച വ്യക്തി ഒരു വൈദികനോ ഒരു മെത്രാനോ ഒരു കത്തോലിക്കനോ ഒരു ക്രിസ്ത്യാനി പോലുമല്ല, അകത്തോലിക്കനായ ഒരു ജഡ്ജി വേണ്ടി വന്നു ഇത്തരം എറണാകുളം വിമത ലോകധാരികളെ കൃത്യമായിട്ട് എന്താണ് ബലിയർപ്പണമെന്നും എങ്ങനെയാണ് ആരാധനാക്രമം നിവർത്തിക്കേണ്ടതെന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ടി വന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വിശ്വാസികൾക്ക് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. സഭ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ സഭ അറിഞ്ഞുകൊണ്ട് കണ്ണടച്ച് വിമതരോടൊപ്പം ചേർന്നുകൊണ്ട് സാത്താനെ സേവിക്കുന്ന വിമത ലോക തൊഴിലാളികൾക്ക് മുഖമടച്ചു കൊടുത്ത അടിയാണ് എറണാകുളം മുനിസിഫ് കോടതിയുടെ 88 പേജുകളിൽ വരുന്ന ഈ വിധിന്യായം. നാണമാകുന്നില്ലേ സിനഡെ നിങ്ങൾക്ക്? ലജ്ജയാകുന്നില്ലേ മെത്രാന്മാരെ നിങ്ങൾക്ക്? നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഒരു സിവിൽ കോടതി ഇടപെട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് വിശ്വാസികൾ നിങ്ങൾ തന്നെ അവരുടെ മുകളിൽ അടിച്ചേൽപ്പിച്ച ആരാധനക്രമം നിവർത്തിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ബൈബിളിനെ വളച്ചൊടിച്ച്, കർത്താവിന്റെ വചനങ്ങളെ വളച്ചൊടിച്ച്, ധൂർത്തപുത്രന്റെയും കാണാതായ ആടിന്റെയും ഉപമ പറഞ്ഞ് ബൈബിളിനെ പോലും വികൃതമാക്കി വിശ്വാസികളെ വഞ്ചിച്ച് മാറി നിന്നപ്പോൾ അകത്തോലിക്കനായ ഒരു ജഡ്ജിക്ക് രംഗപ്രവേശനം ചെയ്യേണ്ടി വന്നു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അന്തസത്ത കാത്ത വലിയൊരു വിധിന്യായം വേണ്ടി വന്നു. ഇത് നിങ്ങൾക്കേറ്റ മുഖമടച്ചുള്ള അടിയാണെന്നാണ് വിശ്വാസികളുടെ മതം. ഇത്തരം ഒരു വിധി വന്നതോടുകൂടി 2 വള്ളത്തിൽ കാല് ചവിട്ടി നിന്ന, അല്ലെങ്കിൽ സാത്താനെയും ദൈവത്തെയും മാമോനെയും ദൈവത്തെയും ഒരുപോലെ സേവിക്കാൻ നിന്ന ബോസ്കോ പുത്തൂരിനേറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണിത്. അങ്ങനെ വരുമ്പോൾ വിശ്വാസികളുടെ നോട്ടത്തിൽ ഈ വിധിയോടുകൂടി മാർ ബോസ്കോ പുത്തൂർ കത്തോലിക്ക സഭയിൽ തന്നെ പുറത്തായി എന്നാണ് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം മാർപ്പാപ്പയെ പോലും നാണം കെടുത്തി മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് എതിരായിട്ട് സിവിൽ കോടതിയിൽ പോയി എതിർ സത്യവാങ്മൂലം നൽകിയത് വഴി കത്തോലിക്ക സഭയെ തന്നെ തള്ളിപ്പറഞ്ഞ മാർ ബോസ്കോ പുത്തൂർ എങ്ങനെ കത്തോലിക്ക സഭയിൽ നിലനിൽക്കുമെന്ന് വിശ്വാസികൾ ചോദിച്ചാൽ അതിനുത്തരം പറയേണ്ടത് തിരുസഭയാണ്, അതിനുത്തരം പറയേണ്ടത് സീറോ മലബാർ സഭയാണ്, മാർ ബോസ്കോ പുത്തൂരാണ്, സിനഡിലെ മെത്രാന്മാരാണ് എന്ന് നിങ്ങൾ ഓർക്കണം.
ഇത്രയൊക്കെ അധപ്പതിച്ച കാര്യങ്ങൾ ചെയ്തിട്ട് നാണമാകുന്നില്ലേ മിസ്റ്റർ പുത്തൂർ? നിങ്ങൾക്കിപ്പോഴും ഒരു മെത്രാനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടിച്ചു നടക്കുവാൻ? ശരിക്ക് പറഞ്ഞാൽ വൈദിക പട്ടം പോലും ഉപേക്ഷിച്ച് സഭയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ട ആളാണ് താങ്കൾ. കാര്യം അത്രയും താങ്കൾ സഭയെ അപമാനിച്ചു. നിങ്ങളെ വിശ്വസിച്ച് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആക്കിയ മാർപ്പാപ്പയെ പോലും നിങ്ങൾ വഞ്ചിച്ചു. കാരണം നിങ്ങൾ മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന നിലയിലാണ് മുനിസിപ്പൽ കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകിയത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കെതിരായിട്ട് കോടതി വിധിയിലുള്ള ഓരോ കാര്യങ്ങളും മാർപ്പാപ്പയ്ക്കെതിരായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നഗ്ന സത്യം. ഇതിന് മാത്രം പാപഭാരം ചുമക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് മിസ്റ്റർ പുത്തൂർ എന്ന് മാർ ബോസ്കോ പുത്തൂറിനോട് ചോദിക്കുവാൻ വിശ്വാസികൾ ആഗ്രഹിക്കുകയാണ്. എറണാകുളം അതിരൂപതയെ ചതിക്കുവാൻ, വിശ്വാസികളെ ചതിക്കുവാൻ, സീറോ മലബാർ സഭയെ ചതിക്കുവാൻ, അതിലുപരി മാർപ്പാപ്പയെ ചതിക്കുവാൻ മാർപ്പാപ്പ എന്ത് കുറ്റമാണ് നിങ്ങളോട് ചെയ്തത് മിസ്റ്റർ പുത്തൂർ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്രയും കടുംകട്ടിയായിട്ടുള്ള ഒരു കോടതി വിധി വന്നതിന് ശേഷവും ദൈവശാസ്ത്രജ്ഞന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, ദൈവശാസ്ത്ര പണ്ഡിതന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില വൈദികർ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ വായിച്ചു കാണും, നിങ്ങൾ കേട്ട് കാണും, നിങ്ങൾ കണ്ടു കാണും. അവർ ഇപ്പോഴും പറയുന്നത് വിശ്വാസികൾ സിവിൽ കോടതികളിൽ പോകാൻ പാടില്ലായിരുന്നു, അവർ സഭയിലായിരുന്നു ഈ കാര്യം പറയേണ്ടതെന്ന്. വിശുദ്ധ പൗലോസ്ലീഹയുടെ ലേഖനത്തെ അടിസ്ഥാനമാക്കി ഇത്തരം അബദ്ധ ജടില കാര്യങ്ങൾ പഠിപ്പിക്കുവാനാണോ നിങ്ങൾ ദൈവശാസ്ത്ര പണ്ഡിതന്മാരായത് എന്ന് അവരോടൊരു ചോദ്യം ചോദിക്കുക. കാരണം ഇതിനെയെല്ലാം അപഗ്രഥിച്ചുകൊണ്ടാണ് കോടതി വിധി എന്നുള്ളതാണ് നഗ്നസത്യം. കൃത്യമായിട്ട് നിങ്ങൾ ഈ കോടതി വിധി ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ പഠിച്ച ദൈവശാസ്ത്രമൊക്കെ കാട്ടിൽ പറത്തിക്കൊണ്ട് കൃത്യതയോടുകൂടിയുള്ള ദൈവശാസ്ത്രമാണ് ഈ കോടതി വിധിയിൽ പറയുന്നത്. ഇത്തരം മഠയത്തരങ്ങൾ വിളിച്ചു പറയാതെ, വിശ്വാസികളെ വീണ്ടും വഞ്ചിക്കാതെ സത്യത്തിനൊപ്പം സഞ്ചരിക്കൂ ദൈവശാസ്ത്ര പണ്ഡിതരെ എന്നാണ് ഇത്തരം വൈദികരോട് പറയുവാനുള്ളത്, അല്ലെങ്കിൽ ഇത്തരം മെത്രാന്മാരോട് പറയുവാനുള്ളത്. ഒരു നീതിന്യായ കോടതിയുടെ ഇത്രയും കരുത്തുറ്റ പ്രഹരശേഷിയുള്ള ഒരു വിധിന്യായം എതിരായിട്ട് വന്നിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ കത്തോലിക്ക മെത്രാനായി മാറിയിരിക്കുകയാണ് മാർ ബോസ്കോ പുത്തൂർ എന്ന് വേണം ചിന്തിക്കുവാൻ. ഇത് മാർ ബോസ്കോ പുത്തൂറിന് മാത്രമല്ല മറ്റുള്ള മെത്രാന്മാർക്കും ഒരു പാഠമായിരിക്കട്ടെ. സഭയ്ക്കെതിരായിട്ട് ചിന്തിക്കുമ്പോൾ, മറ്റുള്ള വിമത വൈദികർക്ക് ഒത്താശ പാടുമ്പോൾ, സഭയെ ചതിക്കുവാൻ കൂട്ടു നിൽക്കുമ്പോൾ, സഭാപിതാവിനെ കള്ളക്കേസുകളിൽ കുടുക്കി സ്വയം ആ സ്ഥാനത്തേക്ക് വരാം എന്ന് അതിമോഹം നടത്തുമ്പോൾ നിങ്ങൾക്ക് കൂടി കിട്ടിയ അതിപ്രഹരമാണ് ഈ കോടതി വിധി എന്ന് ഓരോ മെത്രാന്മാരും ചിന്തിക്കുന്നത്. ഞങ്ങൾ പറയുന്നതിനർത്ഥം സഭാ വിരുദ്ധതയുള്ള മെത്രാന്മാരുടെ കാര്യമാണ്. ഇത് നിങ്ങൾക്ക് കൂടി കിട്ടിയ പ്രഹരമാണെന്ന് വേണം നിങ്ങൾ ചിന്തിക്കുവാൻ. ഇനിയെങ്കിലും നിങ്ങൾ നന്നാകും എന്ന് ഒരു വിശ്വാസവും വിശ്വാസികൾക്കില്ല. നന്നായാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് മാത്രമേ പറയുവാനുള്ളൂ. വിധിന്യായത്തിന്റെ പേജ് നമ്പർ 80 പാര നമ്പർ 66 പറയുന്ന ഒരു പ്രത്യേക വാചകമുണ്ട്. എല്ലാവരും അത് വായിച്ചിരിക്കണം. വഴിതെറ്റിപ്പോയ ആടുകളെ നേർവഴിക്ക് നടത്തുക എന്നുള്ളതാണ് ഒരു നല്ല ആട്ടിടയന്റെ കടമ. അല്ലാതെ വഴിതെറ്റിപ്പോയ ആടുകളോട് നിങ്ങൾ എങ്ങനെങ്കിലും നടന്നു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുന്നതല്ല ഒരാട്ടിടയന്റെ കടമ. അപ്പോൾ വഴിതെറ്റിപ്പോയ ആടുകളുടെ കൂട്ടത്തിൽ വഴിതെറ്റിപ്പോയ ഒരു ആട്ടിടയനായിട്ട് മാർ ബോസ്കോ പുത്തൂർ അധപ്പതിച്ചിരിക്കുന്നു. ഇവിടെ പുത്തൂർ മാത്രമല്ല, ഇതിനു മുമ്പിരുന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും തന്റെ കടമ മറന്നു എന്നുള്ളതും ഒരു നഗ്ന സത്യമാണ്. ഇപ്പോഴത്തെ സഭാതലവനായ മാർ റാഫേൽ തട്ടിൽ പിതാവും തന്റെ കടമ മറന്നിരിക്കുകയാണ്. അങ്ങനെ സഭാപിതാക്കന്മാരെ തങ്ങളുടെ കടമ ഓർമ്മിപ്പിക്കുവാൻ ഈ ഒരു വിധിന്യായത്തിനാകുമെങ്കിൽ വളരെ നല്ല കാര്യമാണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ സുപ്രധാന വിധിന്യായത്തിന്റെ പേജ് നമ്പർ 78 പാരാ നമ്പർ 64 പറയുന്ന 2 സെന്റൻസുകളുണ്ട്. വളരെ ഞെട്ടിക്കുന്ന ഒരു വിധിന്യായമാണിത്. എല്ലാവരും കൃത്യമായിട്ട് വായിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് വളരെ പ്രചാരത്തിലിരിക്കുന്നതാണ്. മാർ ബോസ്കോ പുത്തൂരിന്റെ കപടമുഖം വലിച്ചു കീറുന്നതാണ്. അത് ഒരു കോടതി വിധിയിലാണ് ഈ പരാമർശം എന്ന് ഓർക്കുമ്പോഴാണ് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരുന്നത്. സഭാ വിശ്വാസികൾക്ക് കൂടി നാണംകേടാകുന്ന ഒരു കാര്യമല്ലേ മിസ്റ്റർ പുത്തൂർ താങ്കൾ ചെയ്തത്? എന്താണ് ഈ കോടതി വിധിയിൽ ഉള്ളത് എന്ന് നമ്മൾക്ക് കാണാം. നിങ്ങളുടെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ഹിസ് ആക്ഷൻ amount to running with hair
ആൻഡ് ഹണ്ടിങ് വിത്ത് ദ ഹൗണ്ട്, സ്മാക്കിംഗ് ഓഫ് ഡബിൾ സ്പെക്ട് ആൻഡ് സബ്റ്റിഫ്യൂജ് എന്ന് പറഞ്ഞാൽ മുയലിനൊപ്പം അല്ലെങ്കിൽ ഇരയോടൊപ്പം ഓടുകയും വേട്ട നായ്ക്കൾക്കൊപ്പം നിർദ്ധയമായി വേട്ടയാടുകയും ഇരട്ടത്താപ്പും വ്യാജ കപട തന്ത്രങ്ങളും ഉപയോഗിച്ച് കൗശലപൂർവം ഒഴിഞ്ഞു മാറുന്ന വ്യക്തി എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെ വരുമ്പോൾ മിസ്റ്റർ പുത്തൂർ, താങ്കൾ ആരാണ്? താങ്കൾ ഇരയോടൊപ്പമോ അതോ വേട്ട നായ്ക്കൾക്കൊപ്പം ഇരയുടെ ചോര നുണയുവാൻ കാത്തിരിക്കുന്ന കപട വേട്ട മൃഗമോ? ഇത് മിസ്റ്റർ പുത്തൂർ ചിന്തിക്കണം. ഇത്രയും കഠിനമായ ഭാഷയിൽ ഒരു മെത്രാനെതിരായിട്ട് ഒരു വിധിന്യായം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു വിധിന്യായം വന്ന സ്ഥിതിക്ക് ഇനിയും എന്ത് എന്ന് കത്തോലിക്കാ സഭ തിരിച്ചറിയണം. അല്പമെങ്കിലും നാണവും ലജ്ജയും ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്. വൈദിക പട്ടത്തിന് പോലും താങ്കൾക്ക് യോഗ്യതയില്ലെന്ന് താങ്കൾ ഒരു നിമിഷം ആലോചിക്കണം മിസ്റ്റർ പുത്തൂർ എന്ന് മാത്രമേ പറയാനുള്ളൂ. കോടതി വിധിയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. അത് ഓൺലൈനിൽ എല്ലാവർക്കും ലഭ്യമാണ്. തീർച്ചയായിട്ടും കത്തോലിക്ക വിശ്വാസികൾ ഈ കോടതി വിധി ഒന്ന് വായിക്കണം. പ്രത്യേകിച്ച് എറണാകുളത്തെ വിമതർ തീർച്ചയായിട്ടും വായിക്കണം. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയുള്ള എറണാകുളത്തെ വിശ്വാസികൾ അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു വിധിന്യായമാണിത്. ഇതുകൊണ്ട് കത്തോലിക്ക സഭയിലെ എല്ലാ പുഴുക്കുത്തുകളും മാറുമെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എങ്കിലും ആസന്ന ഭാവിയിൽ ഇതുപോലെ ഓരോ ഇടവകയും കോടതികളിൽ നിന്ന് ഉത്തരവ് സമ്പാദിച്ച് എറണാകുളത്തുള്ള എല്ലാ ഇടവകളിലും ഏകീകൃത ബലിയർപ്പണം സാധ്യമാകട്ടെ. അങ്ങനെ എറണാകുളം അതിരൂപതയും കത്തോലിക്ക സഭയോടൊപ്പം നീങ്ങട്ടെ. എറണാകുളം വിശ്വാസികൾക്കും പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന്റെ സ്വരം. നിങ്ങൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വിഷയവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ എഴുതി അറിയിക്കണം. അതനുസരിച്ച് മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രോഗ്രാമുകൾ കൂടുതൽ ഭംഗിയാക്കുവാനും വൃത്തിയാക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.